ഇടുക്കിയിലെ കുട്ടി കർഷകന് നടൻ ജയറാം സഹായവുമായി എത്തിയിട്ടുണ്ട്. ജയറാം നായകനാകുന്ന ഓസ്ലർ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന് മാറ്റിവെച്ച പണം കുട്ടി കർഷകന് കൈമാറാനാണ് നിലവിലെ തീരുമാനം. 5 ലക്ഷം രൂപ രാവിലെ 10:30 വീട്ടിലെത്തി നടൻ ജയറാം നേരിട്ട് നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ആ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം അത് നമ്മളെ ഏറെ വിഷമിപ്പിച്ചതാണ്. ജയനസ് രാജു ചേരുന്നുണ്ട്. ജയൻ, 1ഉം 2ഉമല്ല, ഈ 10-12 പശുക്കളാണ്, 12ഓ 15ഓ പശുക്കളാണ് മരിച്ചതെന്ന് തോന്നുന്നു അല്ലേ ജയൻ? അപ്പോൾ ഈ അവരുടെ ആ ഒരു വിഷമം, കാരണം നല്ല കർഷകനുള്ള, കുട്ടി കർഷകനുള്ള അവാർഡ് വരെ ഏറ്റുവാങ്ങിയ ഒരു കുട്ടിക്കാണ് ഈ ഒരു ദുരവസ്ഥ ഉണ്ടായത്. അവരുടെ ഒരു കുഞ്ഞിന് ദേഹാസ്വാസ്ഥ്യം അടക്കം അനുഭവപ്പെട്ടതൊക്കെയാണ്. വളരെ വിഷമം തോന്നിയ ഒരു വാർത്ത കൂടിയായിരുന്നു അത്. അപ്പോൾ ഇവരുടെ വിഷമം മാറുകയൊന്നും ഇല്ലെങ്കിൽ കൂടി നടൻ ജയറാമിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു സഹായം ഈ കുടുംബത്തിന് ലഭിക്കുന്നുണ്ട് അല്ലേ ജയൻ? എപ്പോഴാണ് ഈ സഹായം കൈമാറുക? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായിട്ടും സേതു, ഈ കർഷകനെ സംബന്ധിച്ച് അവൻ വളർത്തിയിരുന്ന ആ പശുക്കൾ ചത്തുപോയത് തീർച്ചയായിട്ടും താങ്ങാൻ കഴിയാത്ത ദുഃഖമാണ്. പക്ഷേ ആ നഷ്ടം നികത്താൻ മറ്റുള്ളവർക്ക് കഴിയും. അത്തരത്തിലൊരു കൈത്താങ്ങാണ് നടൻ ജയറാമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ വരുന്ന 11-ാം തീയതി ഓസ്ലർ എന്ന ജയറാം നായകനാകുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് കൊച്ചിയിലെ ലാ മെറിഡിയൻ ഹോട്ടലിൽ നടത്താൻ തീരുമാനിച്ചതാണ്. ഇപ്പോൾ ആ പരിപാടി ഒഴിവാക്കിക്കൊണ്ട് അതിനു വേണ്ടി വരുന്ന ചെലവ്, ആ പണം ഈ കുട്ടി കർഷകന് കൈമാറാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 10:30 നടൻ ജയറാം നേരിട്ട് വെള്ളിയാമറ്റത്തെ ഈ കുട്ടി കർഷകരുടെ വീട്ടിലെത്തി ആ പണം കൈമാറും. നമുക്കറിയാം, ജയറാമും ഈ കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ സമാനമായ രീതിയിൽ പശുക്കളെ വളർത്തുകയും ഫാമിംഗ് നടത്തുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയാം ഒരു കർഷകന്റെ വിഷമം എന്താണ് എന്നുള്ളത്. അപ്പോൾ ഈ വാർത്ത അറിഞ്ഞതോടുകൂടി ആയിരിക്കാം അദ്ദേഹത്തിന് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചിട്ടുണ്ടാവുക. എന്തായാലും ആ കുട്ടി കർഷകരെ സംബന്ധിച്ച് വലിയ സഹായമാണ്. കാരണം അതിൽ ഇനിയിപ്പോൾ ഇന്നലെ വരെ പശുവിനെ കറന്ന് പാല് മിൽമയിൽ കൊടുത്തിരുന്നു. പക്ഷേ മിനിഞ്ഞാന്ന് വരെ, ഇന്നലെ തൊട്ട് ഒരു തുള്ളി പാല് പോലും ആ കർഷകനെ സംബന്ധിച്ച് മിൽമയിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത്രത്തോളം നഷ്ടം ആ കുട്ടികളെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. കറക്കുന്ന എല്ലാ പശുക്കളും ചത്തുപോയി. അതോടൊപ്പം തന്നെ ചെന പിടിച്ചിരുന്ന 2 പശുക്കളുണ്ടായിരുന്നു. അത് ഏതാണ്ട് മൃതപ്രായമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. അതിനും ഈ അല്ലെങ്കിൽ ഈ വിഷബാധ ഏറ്റിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ തളർന്നു നിൽക്കുന്ന ഒരു കുടുംബത്തിനും ആ കുട്ടി കർഷകർക്കും വലിയ സഹായമാണ് ഈ നടൻ ജയറാമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പൃഥ്വിരാജ് ആണ് ഈ പടത്തിന്റെ ജയൻ തുടരുക. ജയൻ, നമുക്കിപ്പോ നടൻ ജയറാം ചേരുന്നുണ്ട്. ശ്രീ ജയറാം, അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വളരെ നല്ലൊരു പുണ്യപ്രവൃത്തി തന്നെയാണ്. കാരണം നമുക്കറിയാം, അവർ മക്കളെ, നമ്മൾ ഒരു വളർത്തുമൃഗത്തെ നമ്മൾ വളർത്തുന്നത് മക്കളെ പോലെ സ്നേഹിച്ചൊക്കെയാണ് വളർത്തുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ അവരുടെ ജീവന്റെ ഭാഗമായിട്ട് കരുതിയവരാണ് ഇപ്പോൾ ചത്തുപോയത്. അവരുടേതല്ലാത്ത കാരണത്താൽ അതിങ്ങനെ ഭക്ഷ്യവിഷബാധയേറ്റ് ആ മൃഗങ്ങൾ ചത്തുപോയത്. അതിനൊന്നും പകരം വെക്കാൻ കഴിയില്ല എങ്കിൽ കൂടി താങ്കളുടെ ഒരു സഹായം അത് ആ കുടുംബത്തിന് വലിയൊരു തരത്തിൽ കൈത്താങ്ങായി മാറും. ശ്രീ ജയറാം, ഒരു പശുവിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞ ഏകദേശം 20 വർഷത്തോളമായിട്ട് തരക്കേടില്ലാത്തൊരു വലിയ കാലത്ത് കൊണ്ടുനടക്കുന്ന ഒരാളാണ് ഞാനും. 2005-ലെയും 2012-ലെയും കേരള ഗവൺമെന്റിന്റെ 2 തരത്തിലുള്ള ഒരു ക്ഷീര കർഷകനുള്ള അവാർഡും നേടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. പശുക്കളെ വളർത്തുന്നതിന്റെ ബുദ്ധിമുട്ടും എന്നാൽ നമുക്ക് അതിലൂടെ അനുഭവിക്കുന്ന സന്തോഷവും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഈ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ഭൂരിഭാഗ സമയവും ചെലവഴിക്കുന്നത് എന്റെ ഫാമിലാണ്. അപ്പോ കഴിഞ്ഞ ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഈ കുഞ്ഞുങ്ങൾക്കുണ്ടായ സെയിം അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. എന്റെ ഏകദേശം 22-24, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, അത്രയും പശുക്കളാണ് ഒരു നിമിഷ നേരം കൊണ്ട് ഇതേപോലെ വയറ് വീർത്ത് ചത്തു വീണത്. എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഓടിയെത്തുന്നു. ഇത് നമുക്കിരുന്ന് കരയാനല്ലേ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മൾ ഓമനിച്ച് വളർത്തുന്നതല്ലേ. പെട്ടെന്ന് എന്റെ നാവിൽ നിന്നൊരു നൊര പോലെ വരുന്നു, വയറ് വീർക്കുന്നു, 4 പെടയിൽ പെടയുന്നു, മരിക്കുന്നു. അങ്ങനെ എന്റെ വൈഫിന്റെ ഒക്കെ ഏറ്റവും പെറ്റായിട്ടുള്ള അമ്മു എന്ന് പറഞ്ഞ പശുക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഞാനും വൈഫൊക്കെ ഒരുപാട് കരഞ്ഞിട്ടിരുന്നു. അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. എന്നിട്ട് ഇതിന്റെ കാരണം ഗവൺമെന്റ് ഡോക്ടേഴ്സ് വരുന്നു, ബ്ലഡ് പരിശോധിക്കുന്നു, എല്ലാം നോക്കുന്നു. കാരണം ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. വിഷബാധയാണെന്ന് മാത്രം പറയുന്നു. അത് എന്തിൽ നിന്നാണ് വിഷബാധ? നമ്മൾ തന്നെ നട്ടു വളർത്തുന്ന പുല്ലാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിന് എങ്ങനെയാണ് പുറത്തുനിന്നൊരു വിഷബാധ വരുന്നത് നമുക്ക് മനസ്സിലായില്ല. എന്തായാലും ആ 10-22 പശുക്കളെയും JCB കൊണ്ടുവന്ന് കുഴിച്ചു മൂടുമ്പോൾ അവിടെ ഇരുന്നിട്ട് ഞാൻ കരഞ്ഞ വേദന എനിക്കറിയാം. അപ്പോ
അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഈ കുഞ്ഞുങ്ങളൊന്ന് നേരിട്ട് കാണണം, ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണം തോന്നുന്നത്, അത്രേ ഉള്ളൂ കേട്ടോ. അതിനാണ് ഞാൻ പോകുന്നത്, വേറെ ഒന്നുമില്ല. തീർച്ചയായും ശ്രീ ജയറാം, അങ്ങയുടെ വാക്കുകളിൽ നിന്ന് അത് നമുക്ക് അത്രത്തോളം അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മളെല്ലാം ഈ മക്കളെ പോലെ വളർത്തുന്നവയാണ് ഓരോ വളർത്തു മൃഗങ്ങളും. അപ്പോൾ അവയൊക്കെ ഇത്തരത്തിൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന, അത് ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റുന്നൊന്നല്ല. താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് കരയാനല്ലാണ്ട് എന്താ ചെയ്യാൻ പറ്റുക. അത് തന്നെയാണ്, നമുക്ക് വെറുതെ കരയാൻ മാത്രമേ കഴിയുകയുള്ളൂ. പക്ഷേ താങ്കളെ പോലുള്ളവരുടെ ഒരു സാന്നിധ്യം, അത് ആ ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്കൊക്കെ അത് വലിയൊരു ഒരു താങ്ങായി കൂടി മാറും ശ്രീ ജയറാം. താങ്ക് യു. പിന്നെ ഞാൻ കേരള ഗവൺമെന്റിന്റെ കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് ബ്രാൻഡ് അംബാസഡർ കൂടിയാണ്. ഈ കേരള ഫീഡ്സിന്റെ ഏറ്റവും നല്ല പശു വളർത്തൽ, എത്ര നല്ല രീതിയിൽ വളർത്താം, എന്ത് കാലിത്തീറ്റകൾ, അങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ എടുക്കാനും പോയിട്ടുണ്ട് കേരള ഗവൺമെന്റ് കീഴിൽ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മിനിസ്റ്റർ ചിഞ്ചുറാണി മാം അതിന് ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യിക്കുന്നതാണ്. പല സ്ഥലത്തും അവരെന്നെ കൊണ്ടുപോവുകയും ക്ലാസ് എടുക്കുകയും ബോധവൽക്കരണ ക്ലാസ്സുകൾക്കും എല്ലാം അവരെന്നെ കൊണ്ടുപോകാറുണ്ട്. ഞാൻ പോയി സംസാരിക്കാറുണ്ട് ഗവൺമെന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പോക്ക് എനിക്ക് ചിഞ്ചുറാണി മാമിനെ ഞാനൊന്ന് നേരിട്ട് വിളിക്കുകയും വേണം. എനിക്ക് കുഞ്ഞുങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് അവരെന്തൊക്കെയോ ഓഫർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ. അത് ഇനിയും കൂടുതൽ കിട്ടുകയാണെങ്കിൽ അതല്ലേ സന്തോഷം. വളരെ വളരെ സന്തോഷം ശ്രീ ജയറാം. കാരണം ഈ സർക്കാർ നടപടികളിലൊക്കെ താങ്കളെ പോലുള്ളവരൊക്കെ ഇടപെടുകയാണെങ്കിൽ ആ നടപടിക്രമങ്ങൾക്കൊക്കെ വേഗം കൂടുകയും ചെയ്യും. ആ സഹായങ്ങളൊക്കെ എത്രയും വേഗം ആ കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് എത്തുകയും ചെയ്യും. ഒപ്പം തന്നെ വളരെ സന്തോഷം ശ്രീ ജയറാം പ്രതികരിച്ചതിന്. ഒപ്പം താങ്കളുടെ ഓസ്ലർ സിനിമയ്ക്ക്, അതിന്റെ ട്രെയിലർ, ആ സിനിമയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. അതൊരു വലിയൊരു സക്സസ് ആയി മാറട്ടെ, ബോക്സ് ഓഫീസ് ഹിറ്റായി മാറട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ് ശ്രീ ജയറാം. താങ്ക് യു മാം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ശ്രീ ജയറാം.